എന്നാ സാഡായിട്ടിരിക്കുന്ന അപ്പൂസ്? ഞാൻ ഒരു കാര്യം പറഞ്ഞ മമ്മി എന്നെ സഹായിച്ചു തരുമോ? എന്താ പറഞ്ഞാലല്ലേ സാധിച്ചു തരാൻ പറ്റുള്ളൂ. എന്താ അമ്മ അയച്ചു തരുമോ അറിയത്തില്ല, പക്ഷെ അത്രയ്ക്ക് വലിയൊരു കാര്യമാണ്. എനിക്ക് വേടൻ ചേട്ടനെ കാണണം. അത്ര ഇഷ്ടമാണോ? എന്നെ ഇഷ്ടപ്പെടാനുള്ള കാര്യം അത്രയും വേടൻ ചേട്ടനെ ഇഷ്ടപ്പെടാനുള്ള ആണെന്നല്ലേ ആ പാട്ട് കേട്ടില്ലേ, സ്കൂളിൽ പോകാനെങ്കിലും അടി പിടിക്കും ഇങ്ങനെ വീട്ടിൽ നിന്നുള്ളൊക്കെ അങ്ങനെ അതിൻ്റെ ഇടയെ വെച്ചിട്ട് അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാകുന്നു. ആണോ? എന്നാ ചെയ്യുന്നു? പുള്ളിക്ക് ഭയങ്കര ഫാൻസൊക്കെ. നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഒരിക്കലും കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ സ്റ്റേജിലൊക്കെ നിന്ന് പാടുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റേജിന് വെളിയിൽ പോയി നിന്ന് പാട്ട് കേൾക്കാവുന്നല്ലേ ഉള്ളൂ. എന്താ അല്ലാതെ എങ്ങനെ കാണാൻ? അത്രയും തിരക്കുള്ള ആളല്ലേ. വേടൻ ചേട്ടനെ വീട്ടിൽ വിളിക്കുക, വേടൻ ചേട്ടനെ നമ്മളെ വീട്ടിൽ വേടൻ ചേട്ടനെ നമ്മുടെ വീട്ടിൽ വിളിച്ചാൽ വേടൻ ചേട്ടൻ വരുമോ? പോടാ എഴുന്നേറ്റ്. എന്താ ഭയങ്കര തിരക്കും, ഭയങ്കര സെലിബ്രിറ്റി അല്ലേ, വരുമോ? അങ്ങനെ വരാനോ? എനിക്കും ആഗ്രഹമുണ്ട് കാണണമെന്നൊക്കെ. പക്ഷേ എങ്ങനെയാ, പ്രോഗ്രാമിന് പോയാൽ പോലും ജനത്തിരക്കുകളാണ്, അവിടോട്ടൊന്നും അടുക്കാൻ പോലും പറ്റത്തില്ല. പപ്പയുടെ പ്രോഗ്രാമിന് പോകുമ്പോൾ തന്നെ തിരക്കാണ്, പിന്നെയാണ് വേടൻ ചേട്ടൻ്റെ പ്രോഗ്രാമിന്. അയ്യോ, വേടൻ ചേട്ടൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ജനസമുദ്രമല്ലേ. പപ്പയുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാരല്ലേ. അങ്ങനെ അതിനുപോലും ഇത്ര ആൾക്കാരുണ്ട്. അതാണ്. എന്നാലും നമുക്കൊന്ന് ആലോചിക്കാം, വേടൻ ചേട്ടനെ എങ്ങനെ കാണാൻ പറ്റും. വേടൻ ചേട്ടനെ നിനക്ക് അടുത്ത് കാണാൻ വേണ്ടിയിട്ടാണോ? അടുത്ത് കണ്ടിട്ട് അടുത്ത് കണ്ടാൽ തന്നെ ചെയ്യും. അടുത്ത് കണ്ടാല് ക്ഷയിക്കാനൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ എല്ലാ വിശേഷമൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ എന്നിട്ട് പിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുക്കും. അയ്യോ, എനിക്ക് അതുപോലെ ഇഷ്ടമാണോ? അച്ചടാ, അമ്മയുടെ പൊന്നിന് വേടൻ ചേട്ടനെ കാണാൻ ഭയങ്കര കൊതിയാണോ? നമുക്ക് നോക്കാം, നമുക്ക് പ്രാർത്ഥിക്കാവേ.